ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ 2 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഈ പലഹാരം തയ്യാറാക്കുന്നതിന് ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കണം, എങ്കിലേ നന്നായിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത് കറുത്ത് പോയ പഴമാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി കുറച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യുടെ മണം ഇഷ്ടമല്ലാത്തവർക്ക് ബട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നേന്ത്രപ്പഴം മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലോ പശുവിൻ പാലോ ഏതായിരുന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒട്ടും വെള്ളം ചേർക്കാത്ത നല്ല കട്ടിയായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ചു വെച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ദാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ബ്രെഡ് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കര പൊടിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഈ ഒരു മധുരത്തിന്റെ ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് നേരത്തെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പഞ്ചസാര അന്നേരം ഇട്ട് കൊടുക്കാതിരുന്നത് ഇത് നന്നായിട്ട് വെള്ളമായിട്ട് പോവും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ആയിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്കിതൊരു അലുവ ടൈപ്പിലാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ ബ്രെഡ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ച് ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്താൽ മതി. ഇപ്പം ഇതിന്റെ പരുവം കറക്റ്റ് ആണ്. ഇനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ചുട്ട് ബാക്കി വന്നിട്ടുള്ള ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുത്തതിന് ശേഷം ആ ഒരു മാവ് പരത്തിയിട്ട് അതിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ചപ്പാത്തിയിലേക്ക് കുറച്ച് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേനുള്ളത് കൊണ്ട് തേന് ഒഴിച്ചു കൊടുത്തു മാത്രം. അതല്ല ന്യൂട്ടല്ല, അതുമല്ലെങ്കിൽ പീനട്ട് ബട്ടർ, ജാം, ഇങ്ങനെ എന്തുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഒന്നുമില്ലാന്നുണ്ടെങ്കിലും വെറുതെ ഈ ഒരു പഴത്തിന്റെ മിക്സ് വെച്ച് കൊടുത്തിട്ടും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോഴും നല്ല ടേസ്റ്റ് ആണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഈ ഒരു പഴത്തിന്റെ മിക്സ് വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്കായിട്ട് കുറച്ച് തേനും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ അതിന്റെ 2 സൈഡും ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്കായിട്ട് ഇതുപോലെ മൈദാമാവ് കലക്കിയതാണ് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫില്ലിങ്സ് ഒന്നും പുറത്തു പോവാത്ത നല്ല രീതിയിൽ നമുക്ക് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതാ ഒരെണ്ണം ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്തു. ഇതുപോലെ തന്നെ ഞാൻ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് ചുട്ട് വെച്ചിട്ടുള്ള ഒരു ചപ്പാത്തി കൂടി ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുത്തിട്ട് പഴത്തിന്റെ മിക്സ് ഇതുപോലെ സ്ക്വയർ ആയിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് വീണ്ടും കുറച്ച് തേൻ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് നമ്മൾ മൈദാമാവ് വെള്ളത്തിൽ കലക്കിയതാണ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഒട്ടിയിരിക്കും. ഇതുപോലെ തന്നെ എല്ലാം ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു നെയ്യുടെ മണമൊക്കെ ഇതിനകത്ത് വരുമ്പോൾ. KG കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാനും അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അത് നമുക്ക് ചപ്പാത്തി ബാക്കി വീട്ടിലുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ നേന്ത്രപ്പഴം ഉണ്ടെങ്കിലൊക്കെ നമുക്കിതുപോലെ ചെയ്തു കൊടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ഇതുപോലെ ചുട്ട് വെച്ചതിന് ശേഷം പിന്നെ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി സ്നാക്സ് ബോക്സിൽ. ഇത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല, ഇത് വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.